ഇത് എൻ്റെ കുക്കർ പൊട്ടിത്തെറിച്ചതാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാണ്. ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങിയത് കാരണം മേല് തട്ടിയില്ല. ഈ ഒരു സ്റ്റീലിൻ്റെ കുക്കർ ഇപ്പോൾ ഭയങ്കര അപകടകാരിയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ പല പ്രാവശ്യം ഇതിൻ്റെത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് പൊട്ടിത്തെറിക്കണത്. ഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ട് തെറിച്ചതിൻ്റെ ഈ ഒരു വാഷർ ആണ് എന്തുകൊണ്ട് ഈ അപകടകാരിയായിട്ട് വരണമെന്നാണ്. ഇത് ഒരു എന്താ പറയുക, ഇത് കണ്ടത് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിന്നിട്ടാണ് അതിൻ്റെ എയർ ഇതായിട്ട് പൊട്ടിത്തെറിക്കണത്. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആണെങ്കിലും ഞാൻ ഒരു ധൈര്യത്തിൻ്റെ മുകളിൽ പിന്നെയും വെക്കണം. പക്ഷേ ഇനി ഇത് ഉപയോഗിക്കാൻ എനിക്ക് പേടിയായി തുടങ്ങി. കാരണം അത്രയും ഡേഞ്ചറാണ്. എന്തോ ഭാഗ്യത്തിന് 3 പ്രാവശ്യം ഞാൻ അടുത്തില്ലാത്തതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പരിപ്പ് സാമ്പാറിന് വേണ്ടി പരിപ്പ് വെച്ചതായിരുന്നു. പരിപ്പ് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേനും തന്നെ ഏറെ തിങ്ങിയിട്ട് പൊട്ടി ഭയങ്കര ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. താഴെ വീണ് അതിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടി ഇതായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആകെ ഞാനിപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തുടച്ചാട്ടോ പരിപ്പ് ആകെ തെറിച്ചതായിട്ടുണ്ട്. ഇത് ആകെ അടുക്കള ഫുള്ളും തെറിച്ച്. ഞാൻ ഒരടുപ്പത്ത് ഇഡ്ഡലിക്ക് വെച്ച് ഒരു ഭാഗത്ത് പരിപ്പും വെച്ച് ഇതൊക്കെ ആകെ തെറിച്ച് വീണതാണ്. ഞാൻ ഇപ്പോൾ രണ്ടാമത് വെച്ചതായിരുന്നു. ഇതൊക്കെ തെറിച്ചപ്പുറത്തേക്ക് വീണ് ആകെ പരിപ്പൊക്കെ അടുക്കള ഫുള്ളും തെറിച്ച് പരന്നിട്ട് ആകെ എന്താ പറയുക തൂച്ചിട്ട് ഇങ്ങനെ നാശമായിട്ടാണ്. ഈ ഒരു കുക്കർ സ്റ്റീലിൻ്റെ കുക്കർ നമുക്ക് കാണാൻ ഭംഗിയും പിന്നെ അലുമിനിയം മോശമാണ് എന്നുള്ള അലുമിനിയം ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു സ്റ്റീലിൻ്റെ കുക്കർ ഞാൻ ഒരു 2 വർഷം മുന്നേ വാങ്ങിയത്. കാണാനും ഭംഗിയാണ്. പെട്ടെന്ന് നമുക്കത് എന്താ പറയുക, മറ്റേ അലുമിനിയത്തിൻ്റെ പോലെ പെട്ടെന്ന് അത് കേട് വരുന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവം ഈ പൊട്ടിത്തെറി ഭയങ്കര ഒരു സംഭവമാണ് ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ സ്റ്റീലിൻ്റെ കുക്കർ വാങ്ങാതിരിക്കുക. എല്ലാവരും ഇതിന് ഒരു കേസ് കൊടുക്കേണ്ടതാണ്. പലയിടത്തുമായിട്ട് ഇപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചിട്ട് പല അപകടങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതിന് ഒരു നിലപാട് വരേണ്ടതാണ്, കേസ് കൊടുക്കേണ്ടതാണ്. എല്ലാവരും ഇതിന് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. പല പ്രാവശ്യമായി നമ്മളിത് കേൾക്കുന്നുണ്ടെങ്കിലും ഇത് പിന്നെ നമുക്കൊരു മനസ്സിൻ്റെ ഒരു ധൈര്യത്തോട് കൂടിയിട്ടാണ് നമ്മളിത് വീണ്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇനി ഇത് ഉപയോഗിക്കാനുള്ള ആ ഒരു ധൈര്യം ഇനി നഷ്ടപ്പെട്ടു. അത്രയും 3-4 പ്രാവശ്യമായി ഇപ്പോൾ എനിക്ക് ഈ സംഭവം സംഭവിക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റീലിൻ്റെ കുക്കർ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അപകടങ്ങളിൽ നിന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് മാത്രമാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 3 പ്രാവശ്യം 3-4 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം എനിക്ക് ഒരു ഓർമ്മയിലുള്ളത്. കുറേ പ്രാവശ്യമായിട്ട് ഇത് സംഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഇനി മേലിൽ ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. സാധാരണ മറ്റേ നമ്മൾ അലുമിനിയത്തിന് കുക്കറിന് വരുന്ന വാഷറല്ല ഇതിന് വരുന്നത്. ഇതിനൊരു റബ്ബർ പോലത്തെ എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാഷറാണ് വരുന്നത്. ഈ വാഷറാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇനി കാര്യമായിട്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് തള്ളി വരുന്നത്. ചൂടാവുമ്പോൾ ഈ സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ സ്റ്റീലിൻ്റെ കുക്കർ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. എനിക്ക് സ്റ്റീലിൻ്റെ കുക്കർ അത്രയും ഇഷ്ടമായതുകൊണ്ടായിരുന്നു ഞാൻ ഇത് വാങ്ങിയത്. ഇനി ഇതിന് എതിരായിട്ട് നമ്മൾ കേസ് കൊടുക്കുക തന്നെ വേണം. കാരണം അത്രയും അപകടങ്ങളാണ് ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. ഇനി ആരും ഈ ഒരു സ്റ്റീലിൻ്റെ കുക്കർ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു. ഇത് തുറക്കാൻ ഭയങ്കര പാടുപെട്ടു കേട്ടോ. ഭയങ്കര ടൈറ്റായിട്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഇതിലത്തെ വെള്ളം ഫുള്ള് തെറിച്ച്, വെള്ളം പരിപ്പൊക്കെ ഫുള്ള് തെറിച്ച് പോയിട്ട് ഒരു ഇതിലാണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ പിടിയൊക്കെ പൊട്ടിയത് കൊണ്ടും പിന്നെ ഭയങ്കര ടൈറ്റായതുകൊണ്ടും ഇത് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു. ഓക്കെ, എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടമ്മമാർ പ്രത്യേകം ഇത് പരിഗണിക്കുക വേണം. എല്ലാവരും കൂടെ ഇതിനെതിരായൊരു കേസ് തന്നെ കൊടുക്കണം. ഓക്കെ, താങ്ക് യു. എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക. എനിക്ക് സംഭവിച്ച പോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ.
പിന്നെ ഇത് ബട്ടർഫ്ലൈ കമ്പനിയാണ് കേട്ടോ, ബട്ടർഫ്ലൈയുടെ കമ്പനിയാണ് ഇത്. ഞാനത് മറന്നു പോയതാണ് പറയാൻ. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ കമ്പനിയാണ് എൻ്റെ ഉള്ളത്. ഇതുപോലെ ഏതൊക്കെ കമ്പനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഏതിനൊക്കെയാണോ ഇത് സംഭവിക്കണതും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബട്ടർഫ്ലൈയുടെ കുക്കറാണ്. ഇത് ഒന്നിൻ്റെ കൂടെ ഒന്ന് ഫ്രീ ആയിട്ടുള്ള അങ്ങനെ ഒരു ഓഫറിലുള്ള സമയത്താണ് ഞാൻ വാങ്ങിയത്. ഇതും ഇതിൻ്റെ ചെറുതായിട്ട് 2 എണ്ണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ.